ജഗദീഷ് ചേട്ടൻ അശോകൻ ചേട്ടൻ്റെ അവരെ നമ്മളൊരു ഇൻഹരിയർ നഗർ ശരിക്കും ലൈവ് ടെലികാസ്റ്റ് കാണുന്ന പോലെ ഒരു മൂഡായിരുന്നു. അശോകൻ ആദ്യം വന്ന് ചോദിക്കും അത് ഒരു കാര്യമുണ്ട്, അതായത് ജഗദീഷ് ചേട്ടൻ ചോദിക്കുമ്പോ അശോകൻ ചേട്ടൻ വന്നില്ലെങ്കിൽ ഒരു വിഷമമാണ്, അശോകൻ ചേട്ടൻ ചോദിക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ വന്നില്ലെങ്കിൽ സന്തോഷമാണ്. അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടി, അത് ചെയ്യുന്നത് മനോജ് ചേട്ടൻ. കൂടുതലും പെൺകുട്ടികളായിരുന്നു. റാഗിംഗ് എന്നല്ല പറയാ. പിന്നെ പേടിച്ചിട്ട് 4:30 മണിക്ക് എണീച്ചിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ ആ മൈതാനത്ത് പോയിരിക്കും. ബിക്കോസ് ഇവര് രാവിലെയാണ് വരിക, 6 മണിക്ക് എന്നിട്ട് റെഡി ആയിട്ട് മൈതാനത്തിരിക്കും റാഗിങ് പഠിച്ചു. അല്ല, ആളുകൾ കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ. അശോകന്റെ കണ്ണാണെ തള്ളി. എല്ലാവരുടെ കൂടെ നിന്നാ മതി എന്നുള്ളതായപ്പോ കുറച്ച് ഒരു സന്തോഷം തോന്നി. പിന്നെ ഇവരുടെ കൂടെയൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, അതിന്റെ എൻജോയ്മെന്റ് ആയിരുന്നു മൊത്തം. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ധീരൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളിയല്ലേ? പരമസുഖം. പരമസുഖം. നമ്മുടെ കൂട്ടത്തില് പോലീസുകാരനുണ്ടല്ലോ. പോലീസിലായിരുന്നു ഞാൻ, റിട്ടയർ ആയി. അത് വിട്ടു മാറാൻ പറ്റുന്നില്ലാത്ത പോലെ. പോലീസ് സ്വഭാവം എടുക്കാറുണ്ടോ? ഇല്ല. പിന്നെ അപ്പൊ വിനീതേട്ടാ, ഈ ഒരു മൂവിയുടെ കാസ്റ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ കുറെ നാൾക്ക് ശേഷമാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഒന്നിക്കുന്നത് അല്ലേ? മീൻസ് അശോകൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, എല്ലാവരും, പിന്നെ ബാക്കി രാജേഷ് ചേട്ടൻ, ശബരീഷ് ചേട്ടൻ, അഭിരാമേട്ടൻ, എല്ലാവരും, നിങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻജോയ് ചെയ്തിരുന്നോ ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒന്നിച്ചൊരു മൂവി ആയപ്പോ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറയായിരുന്നു, ഇതിലും സൂപ്പർ സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, നമ്മുടെ കണ്ടംപററീസ് ഉണ്ട്. പക്ഷെ അവിടെ എത്തിയ ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു എല്ലാവരും. ഇപ്പം അശോകേട്ടനൊക്കെ എൻ്റെ വളരെ സീനിയറായ ആക്ടറാണ്. ജഗദീഷ് ചേട്ടനായാലും മനോജ്, സുധീഷ്, ഞങ്ങളൊക്കെ കണ്ടംപററീസ്. സിദ്ധു, അതെ, സിദ്ധു ജൂനിയർ ഓഫ് കോഴ്സ്. പക്ഷെ എങ്കിലും ഈ ആസ് ആക്ടേഴ്സ് നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ അവിടെ യു ആർ ദോസ് ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് എല്ലാവരും തമ്മിലുണ്ടാവും. അതിൻ്റെ ഒരു പ്രധാന ഘടകം ആ സ്ക്രിപ്റ്റിൻ്റെ ഗുണമാണ്. സോ ആൻഡ് ദ വേ ദറ്റ് ക്യാരക്ടേഴ്സ് ആർ മോൾഡഡ്. അത് എല്ലാ പടത്തിനും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളും ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ മെസ്മറൈസ്ഡ് ആയി പോകും അവരെ കാണുമ്പോൾ. പക്ഷെ വൺസ് യുവർ ആ സ്പോട്ടിൽ ആ ക്യാരക്ടറായിട്ട് വരുമ്പം ദെൻ യുവർ ഫോക്കസ് ഇസ് ഓൺ ദാറ്റ് ക്യാരക്ടർ. സോ അത് ഇറ്റ് വാസ് ലോഡ് ഓഫ് ഫൺ ആക്ച്വലി. ഇപ്പം രാജേഷിനും ശബരീഷിനൊക്കെ ആയിരിക്കും കൂടുതൽ, ബിക്കോസ് അവർക്കാണ് സുധീഷിനോടും അശോകന്റെ കൂടെ ഉള്ള ജാസ്തി കോമ്പിനേഷൻ. അതെ, എൻ്റെ ഒരു എപ്പിസോഡ് സ്ലൈറ്റ്ലി വേറിട്ട് നിൽക്കുന്ന ഒരു എപ്പിസോഡ്. അരുൺ മാത്രല്ല, വേറെ കുറച്ച് പേരുണ്ട്. പക്ഷെ അതൊരു വേറൊരു എപ്പിസോഡ് ആയിട്ടാണ്. സോ അതുകൊണ്ട് ഐ മിസ് ദാറ്റ് ഗാങ്. അത് ഞാൻ കുറച്ച് മിസ് ചെയ്തു. ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു, ഓഫ് കോഴ്സ് നമ്മളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ സ്ക്രീനിൽ ഇവരുടെയൊക്കെ ഒരുപാട് കോംബോ മൂവീസ് കണ്ടിട്ടുണ്ടല്ലോ. അശോകൻ ചേട്ടൻ്റെയും ജഗദീഷ് ചേട്ടൻ്റെയൊക്കെ ആ ഒരു കോംബോ കണ്ടിട്ടുണ്ടല്ലോ. ആൻഡ് പിന്നീട് അവരായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ തമ്മിലുള്ള ഒരു ബോണ്ട്. ഫുൾ ലൈക്ക് ഓഫ് സ്ക്രീനും അവരങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു, ട്രോളുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു സെറ്റില് ഭയങ്കര അതായത് സീനിയേഴ്സിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജഗദീഷ് ചേട്ടനായിരുന്നു, ജഗദീഷന്റെ ശല്യമായിരുന്നു കൂടെ എന്ന് പറയണ. ഞാൻ ആ അർത്ഥത്തിൽ നേരത്തെ ഇന്റർവ്യൂവിൽ ഇത് തന്നെ പറഞ്ഞിരുന്നു. അതെ, അപ്പൊ എന്റെ മാത്രം അഭിപ്രായം അല്ലേ. അതായത് ജഗദീഷ് ചേട്ടൻ അശോകൻ ചേട്ടൻ്റെ അവരെ നമ്മളൊരു ഇൻഹരിയർ നഗർ ശരിക്കും ലൈവ് ടെലികാസ്റ്റ് കാണുന്ന പോലെ ഒരു മൂഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ സുധീഷ് ചേട്ടനുണ്ട്, വിനീതേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു, ഓഫ് സ്ക്രീൻ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. സിദ്ധുബായി ആയിട്ടും അങ്ങനെ തന്നെയാണ്, സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു. പിന്നെ രാജേഷിന്റെ ആ ഒരു ഗ്യാങ്, ആ ഒരു വണ്ടിയിലുള്ളൊരു ഗ്യാങ് ആയിരുന്നു. ആ വണ്ടിയിലുള്ള ഗ്യാങ്ങിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ ഇരിക്കുന്നുള്ളൂ. മറ്റേ ജഗദീഷ് ചേട്ടൻ, അശോക് ചേട്ടനും ഉണ്ട്, പിന്നെ അഭിരാമുണ്ട്, മനോജ്, അങ്ങനെ അത്രയും ആൾക്കാർ. ഇവരൊക്കെ ഒരു സീനിയർ ജൂനിയർ പാലം ഉടഞ്ഞ ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ജഗദീഷ് ചേട്ടൻ അശോകൻ ചേട്ടനെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ശബരീഷ് ചേട്ടന് ആംബുലൻസ് ഓടിക്കാൻ അറിയത്തില്ല, 3 ദിവസം ആയതേ ഉള്ളൂ ഡ്രൈവിംഗ് പഠിച്ചിട്ടെന്ന് പറഞ്ഞിട്ട്. അതറിഞ്ഞിരുന്നപ്പോ ശബരീഷോ? എന്നെ കുറിച്ച് അല്ല, ഞാൻ കഴിഞ്ഞത് പറഞ്ഞിട്ടുള്ളൂ. എക്സലന്റ് ഡ്രൈവർ. ജഗദീഷ് ചേട്ടൻ അശോകൻ ചേട്ടനെ പറഞ്ഞു പറ്റിച്ചു, ഒന്ന് സൂക്ഷിച്ചോ,
അതെ, അതെ. 3 ദിവസമേ ആയിട്ടുള്ളൂ വണ്ടി അത് ഓടിക്കാൻ ചിലപ്പോൾ പഠിച്ചിട്ട്. ശരിയായിരിക്കും. അതെ അതെ. അതായിരുന്നില്ല ഒരു പരിഭ്രമം തുടക്കത്തിൽ അശോക് ചേട്ടന്. അപ്പൊ ജഗദീഷ് ചേട്ടൻ അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ നിന്നെ ചീത്ത പറഞ്ഞൊക്കെ ചിലപ്പോ അഭിനയിച്ചായിരിക്കും അതെ. അശോകനെ പേടിപ്പിക്കാനായിരിക്കും. അതിന് സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? വണ്ടി കറക്റ്റ് ഓടിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം കാരണം ആംബുലൻസ് എന്ന് പറഞ്ഞ ആംബുലൻസ് ഞാൻ ഇന്നും ഓടിച്ചിട്ടില്ല. അതാകുമ്പോ അത് ഒരു ടെമ്പോ ട്രാവൽ അതാണല്ലോ കൂടുതലും ആംബുലൻസ് എന്ന് പറയുന്നത് നമ്മള്. അത് ആക്ച്വലി ആദ്യത്തെ ഷോട്ട് സമയത്താണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് പുറകിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള അല്ല ഓർഡറുകളും ആദ്യം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം മുന്നോട്ടാ എടുത്ത് പക്ഷെ പിറകോട്ടാ പോയത് വണ്ടി. എന്താ സംഭവിച്ചത്? അതിന്റെ ഗിയർ അതെ അത് മുന്നോട്ടിട്ടാൽ പുറകോട്ട് പോകുന്ന വണ്ടിയാണുള്ളത്. അപ്പൊ അവനാണ് മനസ്സിലായത്. അതെ വീണതല്ല മറ്റേ സാഷ്ടാംഗം പ്രണമിച്ചാന്ന് പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് മനസ്സിലായി 2 ടേക്ക് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് ഇങ്ങനെയാണെന്നുള്ളത്. പിന്നെ വണ്ടി ഓടിച്ച് പരിചയമുള്ളതുകൊണ്ട് ഇതായി. പക്ഷെ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് അത് ഞാൻ എപ്പോഴും അറിയുന്നത് കേട്ടോ. അപ്പൊ ആ ആക്ടിങ് എനിക്ക് മനസ്സിലായില്ല അകത്തിരുന്നിട്ട്. അതാണ് ഈ അശോകൻ ചേട്ടൻ സംഭവം പേടിച്ചിരിക്കുക. ജഗദീഷ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ശബരി ചേട്ടന് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 3 ദിവസം മുമ്പ് പെട്ടെന്ന് കാരണം 2 ദിവസം കഴിഞ്ഞ അശോകൻ ചേട്ടൻ മുമ്പിൽ കയറിയിരിക്കണം. അത് അശോകനോട് മാത്രമായിട്ട് ജഗദീഷ്ടം പറഞ്ഞ കാര്യമായിരിക്കും. നമ്മൾ അറിഞ്ഞിട്ടില്ല. അതാ സംഭവം. അതിപ്പോഴാ പുറത്തോട്ട് പറഞ്ഞത്. അശോകൻ ചേട്ടൻ ഒരു പാവമാണല്ലേ. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ജഗദീഷ് ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ടെന്ന്. അപ്പം അഭിരാം ചേട്ടൻ ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് പറ്റിക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശബരി ചേട്ടനോടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? എന്നെ പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞത് അത് എന്നെ പറ്റിച്ചു എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെനിക്ക് അറിഞ്ഞൂടാ. പല കാര്യങ്ങളും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ അശോക് ചേട്ടന്റെ ഒരുപാട് കാര്യങ്ങളായിരുന്നു സെറ്റിലുണ്ടായിരുന്നത്. ഇവരായത് തന്നെ ജഗദീഷ് ചേട്ടൻ ആദ്യം വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുക അശോക് വന്നോ എന്ന് ചോദിക്കാം. അശോകേട്ടൻ ആദ്യം വന്ന് ചോദിക്കും ജഗദീഷ് വന്നു ചോദിക്കും. അത് ഒരു കാര്യമുണ്ട്. അതായത് ജഗദീഷ് ചേട്ടൻ ചോദിക്കുമ്പോ അശോകൻ ചേട്ടൻ വന്നില്ലെങ്കിൽ ഒരു വിഷമമാണ്. അശോകൻ ചേട്ടൻ ചോദിക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ വന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവർ ഭയങ്കര സ്നേഹിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നത്. ആദ്യമൊക്കെ സ്നേഹമായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും ചർച്ചകള്, പ്രശ്നങ്ങള്. പിന്നെ അങ്ങനെ അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടി. അത് ചെയ്യുന്നത് മനോജ് ചേട്ടൻ. അത് മനോജാണ് അതിന്റെ ആള്. എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കൂളായിട്ടിരിക്കുന്നിട്ട് ഇത് കാണാൻ വേണ്ടിട്ട് രസകരമായിട്ട്. അശോക് ചേട്ടൻ ദേഷ്യം പിടിപ്പിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. പിടിപ്പിക്കാനും ഒക്കെ അശോകൻ അങ്ങോട്ടും മോശമൊന്നുമില്ല കേട്ടോ കാര്യത്തിലും സംസാരിക്കും. ഇതിനിടയിൽ എന്ന് ലൂസായി കഴിഞ്ഞ പുള്ളി ഒന്ന് കത്തിച്ചു. സീനോ? ആ സീൻ ഇഷ്ടം പോലെ മാറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റർ ഒന്നുമില്ല. നമ്മൾ ഏത് കാര്യം ഇവിടെ ചർച്ച ചെയ്യും. അപ്പൊ അതിൽ തമ്മിൽ തർക്കം ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നപ്പോ സുധീഷ് അണ്ണയുടെ കയറി പറഞ്ഞില്ലേ, അത് ഇപ്പോഴും സംഭവിച്ചില്ലേ, അതേപോലെ ഒരു കാര്യം തന്നെ. അതുകൊണ്ട് നല്ല രസമായിരുന്നു സംഭവം. ഷൂട്ടിംഗ് ഇല്ലാ സമയങ്ങളൊക്കെ തന്നെ ഒരിക്കലും ബോറടി ഉണ്ടായിരുന്നില്ല. ഭയങ്കര ജോളിയായിരുന്നു. ബോറടിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ എങ്ങനെയാ ഇതില്? ഞാന് ഇതില് ഗിരീഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഈ പുള്ളി ഒളിച്ചോടി വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പുള്ളി വന്ന് കൂടെ നിൽക്കുന്നത് ഗിരീഷിൻ്റെ കൂടെയാണ്. ഗിരീഷ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഒരു സെക്കൻഡ് പോലും ബോറടിക്കാൻ താല്പര്യമില്ല പുള്ളിക്ക്. അതായത് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഇൻക്ലൂഡ്സ് എക്സ്ട്രീംസ്. അപ്പോൾ അങ്ങനെ ലൈഫിനെ അങ്ങനെ കാണുകയും ഭയങ്കര ഒരു ഹൈ സ്പീഡിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഇൻസ്പയറിങ് ദിസ് ക്യാരക്ടർ അല്ലോ. സോ അതാണ് ക്യാരക്ടർ. അപ്പൊ നമ്മുടെ ധീരനാണ് ഈ ഇരിക്കുന്നത്. അതെ, കണ്ടാ തോന്നൂല. അല്ല അതെ, ഈ മരണമാസത്തില് സൈക്കോണെന്ന് കണ്ടാ പറയില്ലല്ലോ. അതേപോലെ തന്നെ ധീരന്റെ കാര്യത്തിൽ പതുങ്ങിയിരുന്ന് പണി തരുന്നുണ്ട് അല്ലേ? എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കാണല്ലോ. അതെ അതെ. അപ്പൊ ഇത്രയും എന്താ വലിയൊരു കാസ്റ്റിംഗ് ഉള്ളൊരു മൂവിയാണ്. അതിന്റെ ടൈറ്റിൽ ക്യാരക്ടറാണ് അല്ലേ? അപ്പൊ എന്ത് തോന്നുന്നു? ആദ്യം കുറച്ച് പേടിയൊക്കെ ആയിരുന്നു തോന്നിയത്. പിന്നെ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്ക്രിപ്റ്റ് കേട്ടതോടുകൂടി ഇത് ഇപ്പൊ നമ്മളങ്ങനെ ധീരൻ എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടറാണ്, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതി. പക്ഷെ ഒരുപാട് നായകന്മാരുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ നിന്നാ മതി എന്നുള്ളതായപ്പോ കുറച്ച് ഒരു സന്തോഷം തോന്നി. പിന്നെ ഇവരുടെ കൂടെയൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അതിന്റെ എൻജോയ്മെന്റ് ആയിരുന്നു മൊത്തം. അത് ഓൺ സ്ക്രീനിലായി കഴിഞ്ഞാലും പുറത്തായി കഴിഞ്ഞാലും.
ഒരു സമയം വെറുതെ second പോലും bore സെക്കൻഡ് പോലും ബോറടിക്കാൻ സമയം കിട്ടിയിട്ടില്ല സിനിമ. ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്ത മൂവിയാണ്. അയ്യോ അതെ അതെ ഇതുപോലെ ഓർമ്മിപ്പിക്കല്ലേ. ഇപ്പൊ നിങ്ങളുടെ ഞാൻ ആദ്യം കണ്ടത് നിങ്ങളുടെ ഒരു പ്രമോ പോലത്തെ ഒരു പോർഷനാ, ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരു ഞങ്ങളാ മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സീനിയേഴ്സിനെ മീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു മീറ്റിംഗ്? ജഗദീഷ് ചേട്ടനൊക്കെ പറഞ്ഞിട്ട് 40 വർഷമായിട്ട് പുള്ളിയോടുണ്ട്, പുള്ളി തന്നെ നടക്കാൻ വയ്യല്ലോ എന്നൊക്കെ ഇപ്പോഴും തീർന്നിട്ടില്ല, അത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. പിന്നെ സുധീഷ് ചേട്ടനെ കാണുമ്പോഴും ഒരു ഇത് കൊടുക്കുന്നുണ്ടല്ലോ, എന്താ കൊടുത്തത്? കോളേജ് കോളേജ് കൂട്ടുകാരനായിരിക്കും. ശരിക്കും കുറച്ച് ഏജ് വരുത്താനായിട്ട് എക്സ്ട്രാ മേക്കപ്പ് ഇടേണ്ട ആവശ്യം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സംശയമില്ലല്ലോ. എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? മേക്കപ്പ് ആ ഒരു ചെറുപ്പം നിലനിർത്തുന്നത്. ഇപ്പൊ വേണേലും കോളേജിൽ പഠിക്കുന്ന ആളുടെ കൂട്ടുകാരനാവാലോ. ഇപ്പൊ പറ്റില്ല. വേണമെങ്കിൽ പഠിപ്പിക്കാം കോളേജ്. അവസാനം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പുതിയ മുഖം എന്ന് പറഞ്ഞ സിനിമയിലാണ് അവസാനം കോളേജ് കുമാരനായിട്ട് അഭിനയിച്ചത് പൃഥ്വിരാജിന്റെ കൂടെ. അന്ന് തന്നെ അത്യാവശ്യം പ്രായം ഉണ്ടായിരുന്നു. അന്ന് തീരുമാനിച്ചു ഇനി ഞാൻ കോളേജ്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഞാൻ തീരുമാനിച്ചില്ല. ഇപ്പൊ വേണമെങ്കിൽ വിളിച്ചാൽ അഭിനയിക്കാൻ പോകും. പക്ഷെ ഇപ്പൊ അങ്ങനെ വിളിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. ഒരുപാട് ചെറിയ പിള്ളേരുണ്ടല്ലോ ഇഷ്ടം പോലെ. ശരിക്കും കോളേജ് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിദ്ധു പറഞ്ഞ പോലെ കോളേജിൽ പഠിപ്പിക്കാം, ലെക്ചറർ ആവാം, പ്രൊഫസർ ആവാം. അപ്പോഴും നായകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താവാം, അല്ല അവിടെ പഠിക്കുന്ന നായകന്റെ സുഹൃത്താവാം. അതെ 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 അതെ, അങ്ങനെ ഒരു ഇതിട്ട് പോവാം. അപ്പൊ എങ്ങനെയായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജൂനിയർ സീനിയർ കോംബോ, അതെങ്ങനെയായിരുന്നു? അല്ല പിന്നെ ശരിക്കും അങ്ങനെ ഒരു കോംബോ ഇപ്പൊ വിനീത് പറഞ്ഞ പോലെ നമ്മൾ ഈ സമയത്ത് കൂട്ടാൻ പറ്റില്ല. അതെ മിക്സഡ് ആണ്. കാരണം എന്താ വെച്ചാൽ രാവിലെ ഇപ്പൊ ഞാൻ നേരത്തെ പറയും, രാവിലെ പിന്നെ അശോക് ഏട്ടനും ജഗദീഷ് ഏട്ടനും ഒക്കെ ആയിട്ട് നല്ല കമ്പനി തമാശയൊക്കെ പറഞ്ഞ് എല്ലായിരിക്കും. വൈകുന്നേരം ഞാനും ശബരീഷും കമ്പനി. അപ്പൊ ഞാൻ മിക്സഡ് അല്ല ബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതെ അതെ. അപ്പൊ പിന്നെ ഇറങ്ങത്തേ ഇല്ല, മേക്കപ്പ് ഇടണോ ഇനി? അപ്പൊ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. ഇതിലൊരു ഭയങ്കര യുണീക്കായ മേക്കപ്പ് അല്ല, ക്യാരക്ടറാണ് ഇത്. എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നമ്മളിപ്പോ ചെയ്യുന്നില്ല. ജോപ്പൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. എല്ലാവർക്കും ഓരോ ഇതുണ്ട്, ഓരോ ഐറ്റംസ് ഉണ്ട്. തകർത്തിട്ടുണ്ട് സുധീഷ്. വിനീതന്റെ ക്യാരക്ടറും ആ ട്രെയിലറിൽ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ള കഥാപാത്രം. ഞാനൊരു ഹാജിയാരായിട്ട് ഒരു അത്തർ ഷോപ്പ് കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടല്ലേ, അവര് സുറുമ ഇടുമല്ലോ, സുറുമ എഴുതിയിട്ട്. ഒരുപാട് പ്രത്യേകതയുള്ള ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടർ ഇതുവരെ ചെയ്യാത്ത തരം ഒരു, പിന്നെ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ബ്യൂട്ടിയാണ് അത്. ബിക്കോസ് ഭയങ്കര യുണീക്കായ പല 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 കഥാപാത്രങ്ങളും. അത് ചെയ്യാൻ വന്ന ആക്ടേഴ്സും വളരെ വെർസറ്റൈലായ ആൾക്കാർ. അവർ ഇതുവരെ ചെയ്യാത്ത തരം, ഇപ്പം സുധീഷ് ആയാലും മനോജ് ആയാലും ജഗദീഷ് ആയിട്ടും അവരുടെ എല്ലാം ഒരു വ്യത്യസ്ത മുഖമായിരിക്കും ഇതില്. എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ഒരുപാട് അവരുടെ പെർഫോമൻസ്, എൻ്റെ ക്യാരക്ടർ ആയാലും ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ ഒരു പുതുമയാർന്ന ഒരു അപ്പിയറൻസും പെർഫോമൻസും എല്ലാം ആ ക്യാരക്ടറിന് അവർ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ദേവ്ദത്ത്. സോ അങ്ങനെ ഇതിലൊരു ഭയങ്കര ഒരുപാട് സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട് ഇതിൽ, ഈ പടത്തിൽ. ഇത്രയും ഒരു വലിയ കാസ്റ്റ് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ടെങ്കിലാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുക. വിത്ത് ഒരു അണ്ടർ കറന്റ് ഹ്യൂമറാണ്. അപ്പോൾ ഇതില് നമ്മുടെ ജഗദീഷ് ചേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു, അശോകൻ ചേട്ടൻ നിങ്ങളെ കൊണ്ടുപോയി ഇഡ്ഡലി വാങ്ങിച്ചു തന്നു, അങ്ങനെ കുറെ സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. മിസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പ്രധാന ഇതാണ്, അന്ന് ഞാൻ ഉണ്ടായിരുന്നു. പ്രധാന ദിവസമായിരുന്നു അശോകൻ ചേട്ടന്റെ വക ട്രീറ്റ്. അശോകൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ വിളിച്ചത് സിദ്ധു ഇല്ലായിരുന്നു. എനിക്ക് ഇവരുടെയൊക്കെ കൂടെ ഒരു സിനിമയിലുണ്ടെന്നേ പറയാൻ പറ്റും. ഞങ്ങളൊക്കെ പോയതിനു ശേഷം സിദ്ധു അവിടെ എൻ്റർ ചെയ്തു അല്ലേ? അതായത് ഇവരൊക്കെ പോയി എല്ലാം ഇതാവുന്നു വിചാരിച്ചപ്പോ അടുത്ത ആള് വന്നു. എന്താ ശബരിച്ചേട്ടാ പറഞ്ഞത് അവസാനത്തെ ഒരു പ്രധാന ദിവസം അല്ല, ഇഡ്ഡലിയുടെ കഥ. അശോകൻ ചേട്ടന് ഇഡ്ഡലി മുരുകൻ ഇഡ്ഡലി കടയിലെ ട്രീറ്റ് പറഞ്ഞിരുന്നു. കൃഷ്ണഗിരിയില് സുധീഷ് ചേട്ടന്റെ അടുത്തും ജഗദീഷ് ചേട്ടന്റെ അടുത്തും മാത്രമേ ഉള്ളൂ. അവസാനം വന്നപ്പോ ഫുൾ ക്രൂ വന്നു. കാരണം അല്ല, ആളുകൾ കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ അശോകന്റെ കണ്ണാണെ തള്ളിക്കൊണ്ടിരിക്കുക. 4-5 ആൾക്കാരാണ് വിചാരിച്ചത്. പിന്നെ 10 കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണാടി കൂടെ നോക്കുമ്പോ ഒരു യൂണിറ്റ് കൊണ്ട് ഇങ്ങനെ വരും. നിങ്ങൾ പറഞ്ഞിരിക്കും ഞാനിപ്പോ വരാം. ചിയേഴ്സ് എന്റർടൈൻമെന്റ്.
പിന്നെ ബില്ല് കൊടുക്കാതെ അശോകേട്ടനെ കണ്ടില്ല, അവിടെ പോയി വെറുതെ പറഞ്ഞാട്ടോ, അശോകേട്ടൻ തന്നെ കൊടുത്തു. കൊടുത്തു. പിന്നെ അപ്പൊ ഇങ്ങനെ സത്യം പറഞ്ഞാല് സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മെമ്മറീസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ സുധീഷ് ചേട്ടന് ഏതെങ്കിലും ഒരു സിനിമയിൽ ഇങ്ങനെ മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ഉണ്ടോ? എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയതോ അങ്ങനെയൊക്കെ മെമ്മറീസ് ഉണ്ടോ? അത് പല സിനിമകളിലും ഉണ്ട്. ഇപ്പം ഞാനും കൂടുതലായിട്ടും ചാക്കോച്ചന്റെ കൂടെ കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയം ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഡിഫറെന്റ് സ്ഥലങ്ങളിൽ പോയിട്ട് കൊണ്ടുപോകും. ചെന്നൈയിൽ ഒരു പടത്തിന് ഷൂട്ടിംഗ് ഉണ്ടായപ്പോ പ്രേം പൂജാരി ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചാക്കോച്ചന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചത്. അല്ല ഒന്നുമില്ല, അന്ന് പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു സോങ് സീൻ എടുത്തോണ്ടിരിക്കും, ഞാനും ചാക്കോച്ചനോട് സോങ് സിറ്റുവേഷൻ സീൻ. അപ്പൊ അത് കഴിഞ്ഞ് പുലർച്ചെ കഴിഞ്ഞിട്ട് ചാക്കോച്ചന് ഒരു രസം. ചാക്കോച്ചൻ പറഞ്ഞു നമുക്ക് കുറെ ദൂരം ഉണ്ട് ലൊക്കേഷൻ റൂമിലേക്ക്. ചാക്കോച്ചൻ പറഞ്ഞു നമുക്ക് സ്കൂട്ടറിൽ പോവാം, ഇത്രയും ദൂരം. എനിക്കൊന്ന് ലൊക്കേഷൻ ഉപയോഗിച്ചിരുന്ന എന്തോ വണ്ടി എന്തോ ആണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് നൈറ്റില് ഇത്രയും ദൂരം ചാക്കോച്ചൻ ഡ്രൈവ് ചെയ്ത് ഞാൻ ബാക്കിലിരുന്നു. വിജനമായ റോഡാണ്, ഏർലി മോർണിംഗ് അല്ലേ, ഭയങ്കര രസമായിരുന്നു യാത്ര. അപ്പൊ അത് കഴിഞ്ഞ് നേരെ റൂമിലേക്കല്ല പോയത്, നേരെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി. അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിന് പെട്ടെന്ന് ഒരു ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു രസകരമായ ഓർമ്മ വന്ന ഞാൻ പറയാൻ കാര്യം. അല്ല പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇതിങ്ങനെ ഒരു ഹ്യൂമർ ആയിട്ട് ഇത്ര ആളുകൾ ഒരുമിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഹ്യൂമർ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നത്. അപ്പൊ ഇപ്പം പ്രേം പൂജാരിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, നിങ്ങള് അത്രയും ഇയേഴ്സ് മുമ്പും ഒന്നിച്ച് ആ ഒരു കോംബോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കരിയർ ഗ്രോത്ത് ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ആളുകളാണ്. അപ്പൊ അത് ഇപ്പൊ നോക്കി കാണുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല വിനീത് പറയും. വിനീത് വേറെ രസകരമായ കാര്യമുണ്ട്. വിനീത് എന്റെ സീനിയറാണ്. പിന്നെ സിനിമയിൽ മാത്രമല്ല, കോളേജിൽ എന്റെ സീനിയറാണ്. അതെ, ദേവഗിരി കോളേജില് ഞാൻ കയറി ചെല്ലുമ്പോ വിനീത് അവിടുന്ന് പോയി. വിനീത് ഇപ്പോഴത്തെ +2. ഇപ്പോഴത്തെ +2 അത് കഴിഞ്ഞ് വിനീത് പോകുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അതിന്റെ ഒരു കോമഡി ഉണ്ട്, ഞാൻ പറയട്ടെ. അത് വിനീതിനെ അറിയുമെന്ന് അറിഞ്ഞൂടാ. കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് ചെല്ലുകയാണല്ലോ. അപ്പോ അത് നമുക്ക് എന്താ ഭയങ്കര ത്രില്ലിംഗ് ആണ്. കാരണം സ്കൂൾ യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് നമ്മൾ കോളേജ് പിള്ളേരായിട്ട് കളർഫുൾ ഷർട്ടും പാന്റും പിന്നെ ബുക്കൊക്കെ 2 ബുക്ക് എടുത്ത് പോയാൽ മറ്റേത് ബാഗൊക്കെ തൂക്കി പോകണ്ടേ, പെട്ടെന്ന് വലുതായി. ആ ഒരു എൻജോയ്മെന്റ് ഉണ്ട്. എന്നാൽ തന്നെ എന്താ വെച്ചാൽ റാഗിങ്ങിന്റെ സമയമായിരുന്നു. ചില്ലറ റാഗിങ്, വലിയ റാഗിങ് ഒന്നുമല്ല. കോളേജിൽ പോയി കഴിഞ്ഞാൽ റാഗിങ് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ടെൻഷൻ ഉള്ളിലുണ്ട്. അപ്പോ നമ്മള് ദേവഗിരി കോളേജ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജില് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട്. ദേവഗിരി കോളേജ് അതെ, 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. വണ്ടിയുള്ളവർക്ക് കാറിലോ ബൈക്കിലോ പോവാം, പക്ഷെ അന്നത്തെ കാലങ്ങളിൽ കുറവാണല്ലോ. അപ്പൊ ഞാൻ ബസ് ഇറങ്ങി ഇങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ഡേ നടക്കുകയാണ്. ഉള്ളിൽ ത്രില്ലിംഗ് ഉണ്ട്, എന്നാൽ റാഗിങ്ങിന്റെ പയ്യന്മാരെ പിടിക്കുന്ന ഒരു ടെൻഷനും ഉണ്ട്. അതിങ്ങനെ നമ്മൾ കോളേജിൽ എത്താൻ നേരത്ത് അവിടെ ഇങ്ങനെ കുറച്ച് ഗ്യാങ് നിൽക്കുന്നുണ്ട്, ഒരു 4-5 ടീം നിൽക്കുന്നുണ്ട്. അപ്പൊ ചില പിള്ളേർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, ചില ആൾക്കാർ പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ പതുങ്ങിയപ്പോഴത്തേക്ക് മുമ്പിൽ വന്ന് ഇവർ പിടിച്ചു. അപ്പൊ സംഭവം ഞാൻ അന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അനന്തരം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഒരു സിനിമാനടനാണെന്നുള്ള കാര്യം അവർക്ക് അറിയാം. അന്നത്തെ ഡിഗ്രി പിള്ളേരെന്നൊക്കെ പറഞ്ഞ നേരത്തെ പറഞ്ഞ താടിയൊക്കെ വെച്ചൊരു അണ്ണന്മാർ സ്റ്റൈലാണ്. ഇന്നത്തെ ചെറിയ പിള്ളേരെ പോലെ ഒന്നുമല്ല, അമ്മമാർ സ്റ്റൈലിലാണ് അന്നത്തെ പിള്ളേരൊക്കെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതെ, ടെൻഷനായി. അതെ, ഇപ്പൊ ഒരു സിനിമാനൻ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. വിനീതിനെ കുറിച്ച് അറിയാം. അപ്പം അറിയോ വിനീത്? അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് വിനീത് മര്യാദയ്ക്ക് നിന്നോളണം. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങള് വിനീതന്നെ ഇവിടുന്ന് ചായ മേടിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് വരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ചായയും കടയൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. അതൊക്കെ സത്യമാണോ? അതായത് പറയാൻ കാര്യം പറഞ്ഞാലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചായ മേടിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് വരെ നടത്തും. അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്നോളണം. അപ്പൊ ഞാൻ വളരെ പാവമായിട്ട് നിന്നിട്ട് സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി. കാരണം കുറച്ച് നടക്കാനുണ്ടേ, മെഡിക്കൽ കോളേജ് എത്തണം. അല്ല, പക്ഷെ ഇതുള്ള കാര്യം റാഗിങ് അന്ന് ഉണ്ടായിരുന്നു. ഞാൻ അത് ഇന്നും എനിക്ക് ഞാൻ എന്തിനാണ് ആ ഹോസ്റ്റലിൽ ഇപ്പൊ ഒരാഴ്ച നിന്നു. അവിടുത്തെ ഹോസ്റ്റലില് ഒരു കാര്യമില്ലല്ലേ. എന്നിട്ട് ഈ ഇടുക്കി സൈഡിൽ നിന്നൊക്കെ വരുന്ന കുറെ കുട്ടികളുണ്ട് അവിടെ ഹോസ്റ്റലില്. അപ്പൊ അത് കുറച്ച് ഭീകരമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അവിടുത്തെ റാഗിങ്. അപ്പൊ ഞാനും എന്റെ കൂടെ സച്ചിൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്, ഞങ്ങൾ 2 പേരാണ് അന്ന് ജോയിൻ ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു. ഈ ഇതിനെ പേടിച്ചിട്ട് 4:30 മണിക്ക് എണീച്ചിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ ആ മൈതാനത്ത് പോയിരിക്കും. ബിക്കോസ് ഇവര് രാവിലെയാണ് വരിക. 6 മണിക്ക് എന്നിട്ട് റെഡി ആയിട്ട് ആയിരത്തത്ത് മൈതാനത്തിരിക്കും റാഗിങ് പേടിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ റാഗിങ് ഒന്നും പക്ഷെ അതെ എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷെ പേടി ഉണ്ടായിരുന്നു.
അവിടുത്തെ വെരി ഫേമസ് ഹോസ്റ്റൽ, ദേവഗിരിന്റെ ഹോസ്റ്റൽ, ന്യൂമൻ ഹോസ്റ്റൽ. അതെ, ചേട്ടന് വെറുതെ ഹോസ്റ്റലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ നിന്നതാണോ? പോയി വരാവുന്ന ദൂരം. എക്സ്പീരിയൻസ് ആയിരുന്നു. Because ഞാൻ ചെറുപ്പം മുതലേ ഊട്ടിയിലൊക്കെ ഹോസ്റ്റലിലാണ്. അന്ന് എന്തിനാണെന്ന് അത് ഇപ്പോഴും എനിക്കറിയില്ല. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. മൈതാനത്തിൽ ഒരാഴ്ച ഇരുന്നപ്പം രാവിലെ 5 മണിക്ക് അടിച്ച മൈതാനത്ത് പോയിരുന്നു. എന്നിട്ട് എന്താണ് ഈശ്വര ക്ലാസ് എന്താ തുടങ്ങാത്ത 9 മണിക്ക് ഓടും. അപ്പൊ ശരിക്കും റാഗിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല, റാഗിങ് അങ്ങനെയില്ല. പക്ഷെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം റൂമിൽ വന്നിട്ട് എണീച്ചിങ്ങനെ മുണ്ട് എന്താണ് അത് കാര്യങ്ങൾ ലുങ്കിയോ സംതിങ് അത് താഴോട്ട് ഇടാൻ പറഞ്ഞു. അങ്ങനത്തെ ചെറിയ ചെറിയ ഒരു പ്രാവശ്യം. പിന്നെ ആ ഏരിയയിൽ പോയിട്ടില്ല. അതോടെ പക്ഷെ അസാധ്യം കോളേജായിരുന്നു. ആൻഡ് പക്ഷെ ആ സമയത്താണ് ഞാൻ കുറേ പടങ്ങൾ ചെയ്തത്. അപ്പൊ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ട് അതെ മൂവീസ് ആൻഡ് എക്സാമിന് മുമ്പേ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇടയ്ക്ക് പോകണം, നമ്മൾ അറ്റൻഡൻസ് ടു വി ഹാവ് ടു ഗോ. അപ്പം പ്രിൻസിപ്പൽ ഹാഡ് ഗിവൺ, ഫാദർ പൈക്കട അദ്ദേഹമായിരുന്നു വന്നത്. സോ ഹി ഹാഡ് ഗിവൺ സ്പെഷ്യൽ പെർമിഷൻ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോകുമ്പോ എന്നെ ഗസ്റ്റ് അപ്പിയറൻസ് ഇങ്ങനെ വിളിച്ചു പറയും. ഗസ്റ്റ് അപ്പിയറൻസ് ഇടക്കാണ് വരിക. പക്ഷെ എക്സാം ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെ ചായ വാങ്ങാൻ വിനീതനെ വിട്ടിട്ടില്ലെങ്കിലും അത് പേടിച്ച് ഫുള്ള് നന്നായിട്ട് നിന്നല്ലേ? ഒന്ന് പേടിപ്പിച്ചല്ലേ? ചായ കുടിച്ചിട്ടേ ഇല്ല. പിന്നെ സിദ്ധാർത്ഥന് എന്തെങ്കിലും ഇതേപോലെ റാഗിങ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ റാഗിന്റെ കാര്യം സെയിം ഡിറ്റോ എക്സ്പീരിയൻസ് ആയിരുന്നു. SRM കോളേജില് ഹോസ്റ്റലില് ഒരാഴ്ച നിന്ന് പറഞ്ഞ പോലെ രാത്രി വരും എന്നുള്ളൊരു സാധനത്തില് ഒരാഴ്ച നിന്നതിൽ ഇങ്ങനെ ചെറിയ ഒരു സാധനമേ വന്നുള്ളൂ. ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ നമ്മൾ അടിമുടി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റാഗിങ്. അതോടുകൂടി ഞാൻ ആ ഒരാഴ്ചയിൽ എൻ്റെ സൂപ്പർ സീനിയർ ആയിട്ട് ഞാൻ കമ്പനിയായി. പുള്ളി റാഗ് ചെയ്തിട്ടാണ് കമ്പനിയായിട്ട്. പുള്ളി കോളേജിന്റെ പുറത്തൊരു വീട്ടിലെടുത്തിട്ടുണ്ട്. പുള്ളി 2-3 പേര്. ഒരാഴ്ചയിൽ ഞാൻ അങ്ങോട്ട് ചാടി സെക്യൂർ ചെയ്തു. അല്ല പക്ഷെ അന്നൊക്കെ ഉണ്ടല്ലോ ഒരു ഫൺ. അതായത് they wouldn't physically harm you or ഈ ഇത്തരം അതെ ചെറിയ ചെറിയ പാട്ട് പഠിപ്പിക്കല് ടൈമിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസ് കളിപ്പിക്കുക, അടിമപ്പണി ചെയ്യിപ്പിക്കുക അല്ലെ? സാധനം വാങ്ങിച്ചിട്ടോ ബൈക്ക് മറ്റേ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ? എനിക്കൊക്കെ സ്റ്റെപ്പ് ഒക്കെ കയറി ഇറങ്ങേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് സ്റ്റെപ്പ് കയറ്റി മറ്റേ കോളേജിന്റെ മൊത്തം സ്റ്റെപ്പ് കയറി ഇറങ്ങി എണ്ണി എത്രയാണെന്ന് പറയണം. ഞങ്ങൾ പറഞ്ഞ 2 നമ്പർ ആയിപ്പോയി. പിന്നെ രണ്ട് നമ്പർ പറഞ്ഞു കയറി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഏതായിരുന്നു കോളേജ്? കാസർഗോഡാ ഡിഗ്രി. ഇല്ല 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 കാസർഗോഡ് പീപ്പിൾസ്. എല്ലാവർക്കും അപ്പൊ റാഗിങ് കിട്ടിയിട്ടുണ്ട് ചെറിയ തോതിൽ. പക്ഷെ പക്ഷെ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഇയർ ചെന്നപ്പോ ഞങ്ങള് റാഗ് ഇതേപോലെ പാട്ട് പഠിപ്പിച്ചു. അപ്പൊ ഞാനും വേറെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും റാഗിങ് ഉണ്ട്, ഇനി നമുക്ക് അങ്ങോട്ട് റാഗ് ചെയ്യാം. ഫസ്റ്റ് ചെന്നിട്ട് ഞങ്ങള് ബികോമിലായിരുന്നു. M.Com വന്ന ഫസ്റ്റ് ഇയേഴ്സിനെ പോയി ഞങ്ങൾ റാഗ് ചെയ്തു. ഞങ്ങൾ സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരത് അറിയുന്നത് ഞങ്ങൾ ജൂനിയേഴ്സ് ആണെന്നുള്ളത്. പക്ഷെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ആലോചിക്കടുത്ത് തന്നെയായിരുന്നു കോളേജ്. വീടൊക്കെ അടുത്തല്ലേ? ഒരു പ്രശ്നമില്ല. നല്ല കിട്ടുന്നു. സീരിയസ് റാഗിങ് പറഞ്ഞാൽ അവര് ദേഷ്യം പിടിക്കുമല്ലോ. അല്ല അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പെൺകുട്ടികളായിരുന്നു. റാഗിങ് എന്നല്ല പറയാ അണ്ണാ. അപ്പൊ നമ്മൾ ഈ കോളേജ് മെമ്മറീസ് ഒക്കെ പറഞ്ഞപ്പോ വിനീതന്റെ ഒരു പഴയ ഡാൻസിന്റെ ഒരു പോർഷൻ ഈയിടെയായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. മോഹിനിയാട്ടം പ്ലേ ചെയ്യുന്നത്. അപ്പം ഫുൾ കമന്റ്സ് ഇങ്ങനെ കറക്റ്റ് പെൺകുട്ടികളുടെ വേഷത്തിലാണല്ലോ അത് ചെയ്യുന്നത്. എത്ര അത് ഭയങ്കര പെൺകുട്ടികൾ ചെയ്യുന്നതിനേക്കാളും വഴക്കത്തോട് ചെയ്യുന്നു എന്നും കാവ്യ മാധവന്റെ ഫേസ് കട്ട് ഉണ്ടെന്നും അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മോഹിനിയാട്ടം പ്ലേ ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികള് പെൺകുട്ടികളുടെ വേഷം ധരിക്കണം എന്നാണ്. അന്ന് അങ്ങനെയായിരുന്നു. ഇന്നിപ്പം പുരുഷ വേഷത്തിൽ തന്നെ ചെയ്യുന്ന പ്രഗത്ഭരായ ഡാൻസേഴ്സ്. അതെ അന്ന് ആ യൂത്ത് ഫെസ്റ്റിവലിന്റെ ക്രൈറ്റീരിയ അതെ. ഐ വാസ് 11 or 12. സോ അത് ചേരുമായിരുന്നു. ആ വേഷം കെട്ടിയാൽ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞ് മീശൊക്കെ വരാൻ തുടങ്ങിയാൽ അത് നിർത്തി. ബിക്കോസ് പക്ഷേ ജോക്സ് അപ്പാർട്ട്, ആ ടെക്നിക് ഓഫ് ഡാൻസിലെ മോഹിനിയാട്ടം നമ്മൾ അഭ്യസിച്ചാൽ അതിലൊരു ആ ഗ്രേസ് എലിമെന്റ് ഭയങ്കരമായിട്ട് ആസ് എ ഡാൻസർ ഹെൽപ്പ് ചെയ്യും ഏത് സ്റ്റൈല് ചെയ്യുമ്പോഴും. ബിക്കോസ് മോഹിനിയാട്ടം കാണുന്ന പോലെ നല്ല ഫിസിക്കൽ സ്ട്രെയിനുള്ള
ഒഴുകി വരേണ്ട മൂമെന്റ്സാ. സോ അത് ആ പ്രായത്തില് ഗുരു കലാമണ്ഡലം സരസ്വതി ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്. അതാണ് ആ വീഡിയോ. അത് ആ യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പം ആരും എടുത്ത വീഡിയോ എനിക്ക് കിട്ടിയിട്ട് ഞാൻ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതിൽ അവര് ഹുസൈനസ് അബ്ദുള്ളയിലെ പാട്ടാണ് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി അതൊരു സ്വാതി തിരുനാളിന്റെ തോടി വർണ്ണത്തിന്റെ പ്രസന്റേഷൻ ആണ്. ശരി, അങ്ങനെ ചെയ്തൊരു പോർഷനാണ്. അപ്പോ ആ സമയത്ത് ഇതേപോലെ പെൺകുട്ടിയുടെ വേഷമൊക്കെ ഇട്ട് വന്ന സമയത്തെ ഇഷ്ടപ്പെട്ടിരുന്നു ഇതിങ്ങനെ കാണുമ്പോഴത്തേക്ക്? അല്ല അന്നൊക്കെ ഭയങ്കര പ്രോസസ്സാണ് ഈ കംപ്ലീറ്റ് ഈ വിഗും അതും പിന്നും ഇതൊക്കെ തലയൊക്കെ വേദനിക്കും നമുക്ക്. ബിക്കോസ് ഫുള്ളായിട്ട് മേക്കപ്പ് ടെക്നിക്സ് അന്നില്ലല്ലോ. അല്ല മേക്കപ്പ് ശ്രീധരൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭനായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന്. അത് MT സാറിന്റെ പടങ്ങൾക്കൊക്കെ അദ്ദേഹമായിരുന്നു മേക്കപ്പ് മാൻ. സരസ്വതി ടീച്ചറായിട്ട് വളരെയധികം അസോസിയേറ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹമാണ് എന്നെ ആ രൂപത്തിൽ എടുത്തത്. പക്ഷെ അത് ടേക്സ് ടൈം ഓഫ് കോഴ്സ്. ആ സമയത്ത് പിന്നെ നമ്മൾ ആ കോമ്പറ്റീഷൻ്റെ ടെൻഷനും പിന്നെ ആ എത്രത്തോളം കളിച്ച് നന്നാവണം എന്നുള്ള ആ ഒരു പ്രിപ്പറേഷനിലായിരിക്കും. പിന്നെ യങ് ലിറ്റിൽ ബോയ്. സോ അങ്ങനെ ഒരു സ്ട്രെന്നേഴ്സ് ആയിട്ടൊന്നും അന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഈ ക്രൂ, നമ്മുടെ മനോജേട്ടന്റെ ഇൻസ്റ്റാഗ്രാം ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. അപ്പൊ എങ്ങനെ സെറ്റിലൊക്കെ വരുമ്പോഴും ഇതേപോലെ നിങ്ങൾ റീൽസ് കാണാറുണ്ടോ? ജഗദീഷനെ അനുവദിച്ചിട്ടില്ലോ റീൽസ് എടുക്കുന്നത്? അല്ല അവിടെ പുള്ളിക്ക് എന്താ വെച്ചാൽ പ്രത്യേക മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതില് റീൽസ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് അധികം കളിച്ചിട്ടില്ല പുള്ളി റീൽസ്. ആ ഒരു സമയം മാത്രമേ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും യൂത്ത് സ്റ്റാർസിനെക്കാളും കൂടുതൽ ആക്റ്റീവ് ആണല്ലോ മനോജേട്ടനാണല്ലോ ഭയങ്കര ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ്. അങ്ങനെ ഫോളോ ചെയ്യാറുണ്ടോ? അങ്ങനെ കാണാറുണ്ടോ? കാണാറുണ്ട്. മനോജ് നല്ല 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 സംഭവം. പുതിയ പുതിയ ഫാഷനുകളും നല്ല ഷർട്ടുകള്, ഗ്ലാസ് ആൻഡ് ഗ്ലാസ് ഫാഷൻസ് പറഞ്ഞിട്ട്. പിന്നെ പുള്ളി ചിലത് വൈറലാവും പാട്ടുകളൊക്കെ. വൈറലാണ്. UK ഇടയ്ക്ക് പുള്ളി പോവാറുണ്ട്. അപ്പൊ അവിടുത്തെ കുറെ സംഭവങ്ങൾ, അവിടുത്തെ നല്ല കിടിലൻ ലുക്സിലൊക്കെ ഇങ്ങനെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്, അവിടുത്തെ കാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോ നമ്മുടെ ധീരന്റെ ഫുൾ ഷൂട്ട് എവിടെ വെച്ചിട്ടായിരുന്നു? ഇവിടെ പനിച്ചയം പിന്നെ കൃഷ്ണഗിരി. കൃഷ്ണഗിരി അത് തമിഴ്നാടാണ്. ശരി, തമിഴ്നാട് കർണാടക ബോർഡറാണ്. ബാംഗ്ലൂരിനടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ബാംഗ്ലൂർ ഹൊസൂർ കിടക്കുന്ന. പിന്നെ അതിലേക്ക് കറങ്ങി വരുന്നത് നേരത്തെ ഇന്റർവ്യൂല് വേറെ ചർച്ചയാണ് അവിടെ പറഞ്ഞപ്പോഴേ ഇവിടെ ആവർത്തിക്കുന്ന കാര്യം. അപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ പനിച്ചയത്തും പെരുമ്പാവൂരിനടുത്തുള്ള പനിച്ചയത്തും പിന്നെ ബാംഗ്ലൂർ ഹൊസൂറിനൊക്കെ അടുത്തുള്ള കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ്. അവിടെ ഞങ്ങൾ നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. പേര് പറഞ്ഞില്ല, എപ്പോഴും പേര് പറഞ്ഞില്ല, കഴിഞ്ഞു. ഇനിയിപ്പോ എന്തോ കുത്തി പറയുന്ന പോലെ. അല്ല ഒന്നുമല്ല, ഒരു പുതിയൊരു പേര് പറയാം. പേര് പറയാം, ഇപ്പൊ എന്താ കുഴപ്പം? പേര് പറഞ്ഞോളൂ. എന്റെ പേര് ടാസ്മാക് അല്ലേ? തമിഴ്നാടൻ ബെഫ്കോ. അത് തന്നെ. അല്ല ടാസ്മാക് അത് മാത്രമല്ലല്ലോ അതിന്റെ അർത്ഥം അല്ലേ? ടാസ്മാക് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. അതെ, അത് പക്ഷെ അവർ മാർക്കറ്റ് ചെയ്യുന്നത് മദ്യമാണെന്ന് മാത്രം. ഇവിടെ താരതമ്യപ്പെടുത്തുന്ന ബെഫ്കോ ആണ്. അതെ, അതുപോലെ അവിടെ നമുക്കൊരു പുതിയ അറിവ് കേട്ട ഒരു. അല്ല അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ചാണ്. ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. തെറ്റിദ്ധരിക്കരുത്, ഭക്ഷണം കഴിക്കാൻ ദാഹിക്കുമല്ലോ ഭക്ഷണം കഴിക്കുമ്പോ സ്വാഭാവികം. ആരായിരുന്നു തസ്മ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്നത്? അല്ല അങ്ങനെയല്ലേ, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ പ്രൊഡ്യൂസർ ആണ് അതിന്റെ വെറൈറ്റി. ഭക്ഷണം അന്വേഷിച്ച് പോകുമ്പോ അതെ, ടാസ്മാക്കായി മാറുന്നു. ഫ്രീ ആയിട്ടുള്ള ഒരാൾ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ, ഫ്രീ ടൈം ഉള്ള ആളെ. അല്ല അവരെ പല ട്രഡീഷണൽ പ്രിപ്പറേഷൻസ് അതിനെ കുറിച്ചാണ്. അങ്ങനെ എന്താണ് ചിക്കൻ കുത്തുചോറ് അങ്ങനത്തെ ഇതൊക്കെ ഇവർ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. അതെ, എനിക്കൊന്നും നമ്മുടെ മലയാളം മൂവിയിൽ അധികം കണ്ട് പരിചയമില്ലാത്ത ഒരു ലൊക്കേഷൻ ആണ്. ചെയ്തിട്ടേ ഇല്ല. അപ്പം വിഷ്വലി ഒരു വിഷ്വൽ ട്രീറ്റും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ മൂവി ജൂലൈയിലല്ലേ റിലീസ്? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.